ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗീസ് വ്ളോഗ്. ഇന്ന് ഗുരുവായൂർ ഏകാശിയാണ്. അപ്പോൾ ഇന്ന് ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് ഗുരുവായൂർ ഏകാശി എടുക്കുന്നുള്ളൊരു വ്ളോഗാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ആദ്യം കുളിച്ച് വന്നിട്ട് ഇതാ ഈറനോടുക്കനെ നിൽക്കുകയാണ്. ഞാൻ ഗുരുവായൂർ ഏകാശി എടുക്കുന്നതിൻ്റെ രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇന്നലെ തൊട്ട് എനിക്ക് ഏകാശി ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് രാത്രി അരിഭക്ഷണം കഴിച്ചിട്ടില്ല, ഗോതമ്പ് ദോശയാണ് കഴിച്ചത്. അങ്ങനെയാണ് ഞാൻ ഏകാദശി വ്രതം എടുക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ കുളി കഴിഞ്ഞിട്ട് ഈറനോടുക്കനെ വന്നിട്ട് തുളസിയും അതുപോലെ തന്നെ വെള്ളവും ഇതാക്കിയിട്ട് തീർത്ഥം കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ പോയി തൊഴും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ഓരോന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഒരു ദിവസത്തെ എൻ്റെ ഏകാദശി ഞാൻ എങ്ങനെയാണ് ആ വ്രതം എടുക്കണുള്ളൊരു വ്ളോഗാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ തുടങ്ങാം. ഇങ്ങനെ പൊട്ടിച്ചിരുന്ന തുളസി. അപ്പോൾ എന്നോട് ഏതോ ഒരാൾ ചെറിയ കുട്ടിയാകുമ്പോൾ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ കിട്ടണില്ല, അങ്ങനെ പൊട്ടിക്കാൻ പാടില്ല, അങ്ങനെ എതളായിട്ട് പൊട്ടിക്കാൻ പാടുള്ളൂ പറഞ്ഞു. അതിന് ശേഷം പിന്നെ ഞാൻ എതളായിട്ടേ പൊട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏകാദശി വ്രതം തുടങ്ങുകയാണ്. ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തുടങ്ങുകയാണ്. ഇതാ തുളസി എടുത്തു. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് 3 പ്രാവശ്യം തീർത്ഥം കുടിക്കണം. പിന്നെ 3 പ്രാവശ്യം വെള്ളം കുടിച്ചിട്ട് ഞാൻ എന്താ പറയുക, എൻ്റെ വ്രതം ആരംഭിക്കുകയാണ്. അപ്പം നമ്മൾ നാമം ചെല്ലണം. നമുക്കറിയണ നാമം ഏതാച്ചാൽ അത് നല്ലോണം ചെല്ലുക. ഒന്നും അറിയാത്തവർക്ക്, ചില ആളുകൾക്ക് അറിയുണ്ടാവില്ല, അവർ ഹരേ രാമ ഹരേ രാമ ചെല്ലിയാൽ മതി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് ഗുരുവായൂർ ഏകാശി ആകുമ്പോൾ നമ്മുടെ മനസ്സും ശരീരമൊക്കെ വളരെയധികം ശുദ്ധി വേണം. അമ്മോട് എപ്പോഴും ഞാൻ എൻ്റെ വ്ളോഗ്സിൽ വരാൻ പറയുമ്പോൾ അപ്പം അമ്മ അറിയും, ഇല്ല എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവട്ടെ പറയും. അപ്പം ഞാനിന്ന് ഗുരുവായൂർ ഏകാശിയിൽ എനിക്ക് ഉറപ്പാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ആവും അമ്മ വരൂ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ എൻ്റെ അമ്മേനെ കാണിച്ചു തരികയാണ്. ഇതാണ് എൻ്റെ അമ്മ. അപ്പം ഞാൻ 5 മണിക്ക് നീച്ചിട്ടുണ്ടെങ്കിൽ അമ്മ 4 മണിക്ക് നീച്ചൊക്കെ റെഡിയാക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ചായയൊക്കെ കുടിക്കുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഏകാദശിയായിട്ട് ചായയ്ക്ക് എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുപോലെ ഉച്ചയ്ക്ക് എന്താണ് കഴിക്കുക, വൈകുന്നേരം എങ്ങനെ, അങ്ങനെയുള്ളൊരു ഏകാദശിയായിട്ടുള്ളൊരു ദിവസമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ അത് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും മനസ്സിലൊന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് നോക്കട്ടെ. ഞാൻ രാവിലെ എണീറ്റിട്ട് 4 പുറവും വൃത്തിയാക്കാനും അടിച്ചു തുറക്കാനൊക്കെ പോയപ്പോൾ അമ്മയാണ് ഇന്ന് ഫുള്ള് കുക്കിംഗ് ഏറ്റെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അമ്മമാർ വെച്ച നല്ല ടേസ്റ്റാണ് എല്ലാറ്റിനും. നല്ല രസമുണ്ടമ്മ. അപ്പം അമ്മ, നമ്മൾ പണ്ടില്ലേ, ഞാനും ചേച്ചിയൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ എങ്ങനെ ഏകാശമൊക്കെ എടുത്തിരുന്നു? നിങ്ങളെ ഏകാദശി ആകുമ്പോൾ അന്ന് കുളിമുറിയൊക്കെ കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ. കുളത്ത് പോയിട്ടാണ് രാവിലെ നല്ല എണ്ണ. അല്ല, ഞങ്ങളൊക്കെ ഉള്ളപ്പോ കുളിമുറി ഉണ്ടായിരുന്നില്ല. കുളിമുറി ഉണ്ട്. നിങ്ങൾ കുളത്ത് അമ്മയൊക്കെ ചെറിയ കുട്ടിയാകുമ്പോ ഉണ്ടായിരുന്നില്ല. നീന്താൻ പോകും കുളത്തിലേക്ക്. അപ്പൊ അവിടുന്ന് കുളക്കടലിൽ നിന്ന് അറിയും ഏകാദശിയാണ് ഇന്നാണ്. വീട്ടിൽ വന്ന അയ്യും ചേച്ചിയും വാശി പിടിക്കും, ഞങ്ങൾക്കും ഉണ്ട് എന്ന്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ വെച്ചിട്ട് ഞാൻ പറയും, എനിക്ക് മാത്രം മതി, നിങ്ങൾ ഏകാദശി സ്കൂളിൽ പോണവരല്ലേ ഏകാദശി നോക്കണ്ട അറിയും. അപ്പൊ നിങ്ങൾ സമ്മതിക്കില്ല. അപ്പൊ ഞാൻ മാവ് പഴതൊക്കെ പാത്രത്തിലാക്കി കൊടുത്തയക്കും. അപ്പൊ ചേച്ചി ചിലപ്പോ ഏകാദശി എടുക്കും. അപ്പൊ എനിക്ക് പറഞ്ഞ ഏകാദശിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അപ്പൊ ഞാൻ സ്കൂളൊക്കെ പോകുമ്പോ ഈ ഗോതമ്പൊക്കെ കഴിച്ചാൽ നമുക്ക് അരിഭക്ഷണം ആണല്ലോ അന്നും. നമ്മളിപ്പോഴും നമ്മളെ കുട്ടികളോട് പറയും അരിഭക്ഷണം കഴിക്കണം. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അറിയും, ഞങ്ങളെ തറവാട്ടിൽ കുളമുണ്ട്.
അപ്പോൾ തറവാട്ടിക്ക് അപ്പോൾ കുളിക്കാൻ പോകുമ്പോൾ വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ അവർ ഈ ഏകാശിയുടെ കാര്യം ഇതൊക്കെ പറയുമ്പോൾ അവർ ഏകാശി വ്രതമുണ്ട് അമ്പലത്തിൽ പോകണം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ രാവിലെ വന്ന് അമ്മോട് ചോദിക്കും, അമ്മ ഏകാശി ഉണ്ടോ എന്ന്. അപ്പം അമ്മ പറയും കുട്ടികൾക്കില്ല പറയൂല്ലേ. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അമ്മയുടെ കാലത്ത് എങ്ങനെയായിരുന്നു ഏകാശിയൊക്കെ എടുക്കുക? എൻ്റെ കാലത്ത് അതിനെ കുളിച്ച് ഇറങ്ങി. ഞങ്ങൾക്ക് തറവാട്ടിൽ കുളം ഉണ്ട് കേട്ടോ. നമ്മുടെ തൊടിയിൽ തന്നെ കുളമുണ്ട്. ആ കുളിച്ച് ഈറനോട് തന്നെ വരിക. ഇതേപോലെ പൂവ് നീരുന്ന പറയാ തുളസിയുടെ ഇലയും പിന്നെ വെള്ളവും നല്ലോണം തുളസി കഴുകി അതിൻ്റെ നെറുകിൽ വെള്ളം പാർന്ന്. അല്ല അപ്പൊ തലേ ദിവസം തന്നെ തലേ ദിവസം രാത്രി ഇറച്ചി മീന് അങ്ങനത്തെ അരിഭക്ഷണം ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് അരിഭക്ഷണം കഴിക്കുക. അതൊക്കെ ഭഗവാൻ കാക്കും. ശരിക്ക് തലേ ദിവസം ഇറച്ചിയും മീനും ചോറും ഒഴിവാക്കണം എന്നാണ് പറയുക. അത് ഒഴിവാക്കിയില്ലെങ്കിലും ഇതില്ല. ശരീരത്തിന് പലർക്കും പല മാതിരിയാണ്. ഗുരുവായൂർ, തൃപ്രയാറ്, വൈകുണ്ഠം ഈ 3 ഏകാശിയാണ് നമ്മൾ എടുക്കാറ്. വൈകുണ്ഠ ഏകാശിന്റെ സ്വർഗവാതിലും പറയും. അപ്പൊ ഞങ്ങള് ഒന്നാമത് കുട്ടിയിലെ അമ്മയും അമ്മമ്മയൊക്കെ പറഞ്ഞു തന്നതായി 3 കൊടുത്താൽ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം അതും ഉണ്ടാവും. അപ്പൊ തുടങ്ങിയ എടുക്കലാണ്. നമ്മൾ കുട്ടിയിൽ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതൊന്നും ആവില്ല നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ. ചൊട്ടയിലെ ശീലം ചുടല വരെ പറഞ്ഞ പോലത്തെ തന്നെയാണ്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നാഴി നുറുക്കു ഗോതമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല പച്ചവെള്ളവും. അപ്പൊ നമ്മൾ കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോണത്. പിന്നെ ഒരു ചമ്മന്തി, തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇത് ആദ്യം നുറുക്കു ഗോതമ്പ് നല്ലോണം കിഴുകി വൃത്തിയാക്കണം. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗോതമ്പ് നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഞ്ഞി വെക്കുകയാണ്. നിങ്ങളെല്ലാവരും ചെയ്യുണ്ടാവും. നമ്മൾ ഏത് പാത്രം എടുക്കുമ്പോഴും നല്ലോണം കഴുകിയിട്ട് ഉപയോഗിക്കുക. ഞാൻ 2.5 ഗ്ലാസ് വെള്ളം എടുക്കുന്നത്. എന്നിട്ട് ഈ കഴുകി വെച്ച് നുറുക്ക് ഗോതമ്പ് അതൊക്കെ ഇടുക. കുക്കറിൽ ഒരു 2 വിസിൽ വന്നോട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് കഞ്ഞി വേവിക്കാം. കുക്കറിൽ 2 വിസിൽ മതി. അപ്പോൾ കഞ്ഞി വെന്ത് വരുമ്പോഴേക്കും നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പൊ അതിനാവശ്യമായ സാധനങ്ങൾ പറഞ്ഞാൽ നാളികേരം ചിരകിയത് ഒരു 1/2 മുറി എടുത്താലും കുഴപ്പമില്ല. ഞാൻ പിന്നെ 1/2 മുറി എടുത്തിട്ടില്ല, ഒരു കാലൊക്കെ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 2 മുളക്, ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം, കുറച്ച് പുളി. ഇത്രയും സാധനം വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചതച്ചെടുക്കുക. അതാവും ഈ ഗോതമ്പ് കഞ്ഞിക്ക് ഈ ചതച്ച തേങ്ങാ ചമ്മന്തി സൂപ്പറാവും. നല്ല അരയിനേക്കാൾ എനിക്കിഷ്ടം ഈ ചതക്കുന്നതാണ്. ഒന്നും കൂടി ചതച്ചെടുക്കുക. അപ്പൊ നമുക്ക് ഒന്നുകൂടി ചതച്ചെടുക്കാം. മുളകും ചെറിയ ഇഞ്ചി കഷ്ണവും ചെറിയ കുറച്ച് പുളി എടുത്ത് ചതയ്ക്കുമ്പോ തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഈ അരച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പിട്ടുകൊണ്ട് നല്ലോണം ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ ചില ആളുകൾക്ക് നല്ലോണം അരയേണ്ടതും ചമ്മന്തിക്ക് നല്ലോണം അങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കണം. അങ്ങനെയുള്ളവർ അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ഒരു കമ്മിയുണ്ട്, നല്ല വെന്തെന്നു. അപ്പം നമ്മൾ കുറച്ച് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക.
അപ്പം നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിയും ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഗൈസ്, ചമ്മന്തി ഒന്ന് കൂട്ടുക. ഗൈസ്, സൂപ്പറായിട്ടുണ്ട്. കാരണം ഞാൻ 2 മുളക് എടുത്തുകൊണ്ട് തന്നെ എരി അധികം കുറവാണ്. ആ പുളിയുടെയും അങ്ങനെ എല്ലാതും ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കമൻസ് അയയ്ക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മളിനി വൈകുന്നേരം മേലൊക്കെ കഴുകിയിട്ട് ദീപാരാധനയൊക്കെ തൊഴുത് വരും. അത് കഴിഞ്ഞിട്ട് ചൂട് കൊടുക്കുന്ന ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കും. അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഉറങ്ങും. പിറ്റേ ദിവസം നമ്മൾ ആ വ്രതം മുറിക്കുകയാണ്. ആ മുറിക്കാൻ വേണ്ടിയിട്ട് തുളസിയും വെള്ളവും ഒരു അരിമണി ഇതാക്കിയിട്ട് തീർത്ഥം കുടിക്കും. അങ്ങനെ ഞങ്ങളുടെ ഏകാദശി വ്രതം അവസാനിപ്പിക്കും. പിന്നെ നമ്മൾ ചായക്ക് അരിഭക്ഷണമൊക്കെ കഴിക്കും. അരിഭക്ഷണമായിട്ടുള്ള ദോശ, ഇഡ്ഡലിയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങാറില്ല. കാരണം ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല പറയുക. അതുപോലെ തന്നെ നമ്മൾ രാവിലെ കുളിക്കുമ്പോൾ ഏകാദശിയുടെ അന്ന് നല്ലോണം എണ്ണ തേച്ച് കുളിക്കുക. തലയിലൊക്കെ എണ്ണ തേച്ച് കുളിക്കുക. പിറ്റേ ദിവസം നമ്മൾ എണ്ണ തേക്കാതെയും കുളിക്കണം. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഏകാദശി വ്രതത്തിൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻസ് അയയ്ക്കുക. അപ്പോൾ നാളെ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.